4.5 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞ കാർഡ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കപ്പെടും. അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ അതിദാരിദ്ര്യർക്ക് കൊടുക്കുന്ന മഞ്ഞക്കാർഡ് അരി ഇല്ലാതാവും. കേന്ദ്രം കൊടുക്കില്ല. കാരണം ആ അരി എടുത്ത് വേറെ സംസ്ഥാനത്ത് കൊടുക്കും. ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കേന്ദ്രം തന്നില്ല എന്ന് വിലപിക്കരുത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, BJP ഇതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ട്. ഇത് നോക്കൂ, പക്ഷേ അങ്ങനെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത് ചെയ്തത് അത് പൂർണ്ണമായിട്ടും അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ പരുവപ്പെട്ടു മാറിയിരിക്കുന്നു എന്ന ഒരു നിലപാടെടുക്കണം. എന്താണ് BJPയുടെ നിലപാട്? അതിദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം എന്ന പ്രഖ്യാപനത്തെ, സർക്കാരിന്റെ പ്രഖ്യാപനത്തെ BJP എങ്ങനെ കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും രണ്ടും ഇല്ലാതാകുന്ന ഒരു സംസ്ഥാനമാകണം കേരളം എന്നാഗ്രഹിക്കുന്ന ആളാണ് എല്ലാവരെ പോലെയും ഞാനും. അതുകൊണ്ട് തന്നെ അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആര് ശ്രമിച്ചാലും ആ ശ്രമത്തെ തീർച്ചയായിട്ടും ശ്ലാഘിക്കുവാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് ഭാരതീയ ജനതാ പാർട്ടി. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും ഇല്ലാതാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കണമെന്നും പറയുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ കേരളത്തിലെ ഇന്നത്തെ ഈ അവസ്ഥയിൽ, ഇന്നത്തെ ഈ കേരളപ്പിറവി ദിനത്തിൽ എൻ്റെ മുമ്പിൽ വരുന്നത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ച മമ്മൂട്ടിയുടെ മുഖമല്ല, മറിച്ച് ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ ഞാൻ വായിച്ച ഒരമ്മയുടെ മാറത്ത് ആരോരും അറിയാതെ, അമ്മയും അച്ഛനും അറിയാതെ രോഗിയെ ചികിത്സിക്കുവാൻ, ആ കുഞ്ഞിനെ ചികിത്സിക്കുവാൻ ആശുപത്രിയില്ലാതെ, ആ കുഞ്ഞിനെ ചികിത്സിക്കുവാൻ ആശുപത്രിയിലേക്ക് പോകുവാനുള്ള സൗകര്യങ്ങളില്ലാതെ, ഒരു ആംബുലൻസ് ഇല്ലാതെ, വഴിയില്ലാതെ ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് 24 മണിക്കൂറിന് ശേഷം ആശുപത്രിയിലെത്തിയപ്പോൾ ആ കുട്ടി എത്രയോ നേരം മുമ്പ് മരിച്ചിരുന്നു എന്ന് ഞെട്ടലോടുകൂടി പറയേണ്ടി വന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖമാണ് ഇന്നത്തെ കേരളപ്പിറവിയിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അതിദാരിദ്ര്യത്തിൻ്റെ മുഖമായിട്ട് ഞാൻ കാണുന്നത്. ആ പിഞ്ചു കുഞ്ഞിനെ വിസ്മരിച്ചിട്ട് നമ്മൾക്ക് അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് പറയാൻ കഴിയുമോ? മമ്മൂട്ടിയുടെ മുഖമല്ല, ഏറെ സമ്പത്തുള്ള, ഏറെ സമ്പന്നനായ മമ്മൂട്ടിയുടെ മുഖമല്ല, മറിച്ച് ആദിവാസി മേഖലയിലെ ആ പാവം പിഞ്ചു കുഞ്ഞ്, എടമലക്കുടിയിലെ ഒരു ഗർഭിണി, കഴിഞ്ഞ മാസമാണ്, മാതൃഭൂമി തന്നെ ഞാൻ കോട്ട് ചെയ്യുന്നു, കഴിഞ്ഞ മാസമാണ് ആശുപത്രിയിലേക്ക് പോകാൻ വലിയ ഒരു കമ്പിൽ കെട്ടി അവരെ ചുമന്നുകൊണ്ടുപോയത്. ഇതാണ് കേരളത്തിലെ, വാസ്തവത്തിൽ കേരളത്തിലെ അടിസ്ഥാന വിഷയവും അടിസ്ഥാന സംഭവങ്ങളും. കേരളത്തിലെ ഇന്നത്തെ വളരെ പ്രമുഖമായ ഒരു ഓൺലൈൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നുണ്ടല്ലോ, വളരെ കൃത്യമായി പറയുന്നുണ്ട് വനവാസി മേഖലയിലെ കാര്യം. വനവാസികളെന്ന് പറയുന്നത് ഏതാണ്ട് 1.6 ലക്ഷം കുടുംബങ്ങൾ തന്നെ ഇവിടെയുണ്ട്. ആ കുടുംബങ്ങളിലെ വനവാസികൾ ഏതാണ്ട് 4.5 ലക്ഷം ഉണ്ട് വനവാസികൾ. ഈ വനവാസികളുടെ സ്ഥിതി എന്താ? വളരെ വളരെ ദാരുണമായ സ്ഥിതിയാണ് വനവാസികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ വനവാസികളെ സംബന്ധിച്ചിടത്തോളം വനവാസികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ അതിദാരിദ്ര്യ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ ഏർപ്പാടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഞങ്ങൾ ജീവിക്കുന്നത് പട്ടിണിയിലാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അവരത് കൃത്യമായി പറയുന്നു. ആ ആദിവാസി മേഖലയിൽ ഏറ്റവും രസകരമായ കാര്യം, ആദിവാസി മേഖലയിലെ 35% ആദിവാസികൾ ഉൾക്കൊള്ളുന്ന വയനാട് മേഖലയെയാണ് ഇവർ അതിദാരിദ്ര്യത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ആ സ്ഥലത്തു നിന്ന് തന്നെ, ഈ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള കുറിച്ചി സമുദായം ഒഴിച്ചുള്ള ബാക്കി ആളുകളുടെ മുഴുവനും ലിസ്റ്റ് വന്നിട്ടുണ്ട്. അവിടെ വളരെ കൃത്യമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പരിഗണനയും ഇല്ലാത്ത വ്യക്തികൾ, ഒരു മണിക്കുട്ടൻ ആദിവാസി പ്രവർത്തകനാണ്, അതുപോലെ ഓമന, അവർ പറഞ്ഞു മന്ത്രി വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ നിന്ന ആളല്ലേ, ഇവിടെ താമസിക്കുന്ന ആർക്കും അറിയാം ഞങ്ങൾ ഗ്രാമങ്ങൾ പട്ടിണിയിലാണ്, അതിദാരിദ്ര്യത്തിലാണ്.
എന്ന് മാത്രമല്ല പ്ലാസ്റ്റിക് കൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് ഈ വയനാട് കാസർഗോഡ് മേഖലയുടെ ചുമതല ഉള്ളതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ മാസം ഞാൻ ഈ വയനാട്ടിൽ പോയി, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണേ. വയനാട്ടിൽ പോയി. ആ വയനാട്ടിൽ പോയ സമയത്ത് എത്ര ദയനീയമായ സ്ഥിതി. സുൽത്താൻ ബേദിക്ക് സമീപമുള്ള മണിക്കുനി എന്ന സ്ഥലത്ത് 60 കുടുംബങ്ങളടക്കം പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ നേരിട്ട് കണ്ടതാണ്. നമ്മളെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ അടിസ്ഥാനം എന്താ? പാർപ്പിടം, അടിസ്ഥാന സൗകര്യം, അതുപോലെ തന്നെ ഭക്ഷണം, ആരോഗ്യം. ഇതിലെവിടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, 2024 ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് 5.92 ലക്ഷം കുടുംബങ്ങൾ ഈ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നു എന്ന് ബജറ്റിലുണ്ട്. ബജറ്റിൻ്റെ അവലോകന റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ചില പത്രങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി പോലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ 2024 2025 എത്തിയപ്പോഴേക്കും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ അതിദാരിദ്ര്യ സമ്മേളനത്തിൽ കേരളം ഒരു അത്ഭുതമാണ്. അത് ശരിയാ, കേരളം ഒരു അത്ഭുതമാണ്. ചെമ്പിനെ സ്വർണ്ണമാക്കുന്ന ഒരു അത്ഭുതമാണ്, സ്വർണ്ണത്തെ ചെമ്പാക്കുന്ന അത്ഭുതമാണ്. 2024 5.92 ലക്ഷം കുടുംബങ്ങളെ ഒരൊറ്റ വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഗിന്നീസ് റെക്കോർഡ് കൊടുക്കണം പിണറായി വിജയന്. ഞാൻ പോസിറ്റീവായിട്ട് ഒരു പോയിന്റ് അതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. അതെ, 2011 സെൻസസ് പ്രകാരമാണ് ഈ 1.86 ലക്ഷം വനവാസി കുടുംബങ്ങളിൽ താമസിക്കുന്ന 4.85 ലക്ഷം വനവാസികളുള്ളത് 2011 സെൻസസ് പ്രകാരമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും 2013 അതേപോലെ 2024 ബജറ്റിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ പ്രമുഖമായ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരൊറ്റ വർഷം കൊണ്ട് ഇത്ര ലക്ഷം ആളുകളെ മാറ്റിയോ? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ മാതൃഭൂമി ഓൺലൈനിൽ ചില ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമുഖർ ചോദിച്ചിട്ടുണ്ട്, സാമ്പത്തിക വിദഗ്ധർ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇവരെന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഏത് പഠനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ആ പഠന റിപ്പോർട്ട് വെളിയിൽ വരാത്തത്, എന്താണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ? അപ്പം വാസ്തവത്തിൽ ഞാൻ വളരെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കേരളത്തിലെ പട്ടിണി പാവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന അന്ത്യോദയ അന്നപൂർണ പദ്ധതി പ്രകാരം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് മഞ്ഞ കാർഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യം. അതുകൊണ്ട് മാധു ഇത് ശ്രദ്ധിക്കണം. നാളത്തെ ചർച്ചയിൽ വരാൻ പോകുന്ന കാര്യം ഞാൻ ഇന്ന് സൂചിപ്പിക്കുകയാണ്. 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞ കാർഡ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കപ്പെടും. അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ അതിദാരിദ്ര്യർക്ക് കൊടുക്കുന്ന മഞ്ഞക്കാട് അരി ഇല്ലാതാവും. കേന്ദ്രം കൊടുക്കില്ല. കാരണം ആ അരി എടുത്ത് വേറെ സംസ്ഥാനത്ത് കൊടുക്കും. ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കേന്ദ്രം തന്നില്ല എന്ന് വിലപിക്കരുത്, ആ സമയത്ത് കേന്ദ്രം തന്നില്ല എന്ന് പറയരുത്. അതും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്.